ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. 200 ലൈക്കിന് ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലയൻ ഒയർസൂൺ എന്ന് പറയുന്ന രാജസ്ഥാൻ യുണൈറ്റഡ് താരം. കഴിഞ്ഞ സീസണിൽ 8 ഗോളുകളും 8 അസിസ്റ്റും നേടിയൊരു താരമാണ് രാജസ്ഥാൻ യുണൈറ്റഡിന് വേണ്ടി. സോ അദ്ദേഹം ക്ലബ്ബ് വിട്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഇനി എവിടേക്കെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇനി ഐ ലീഗിൽ തന്നെ തുടരും, അതോ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമോ? പലരും പറയുന്ന കാര്യമാണ് ചർച്ചിൽ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ ചെന്നൈയിൻ എഫ് സി, അതായത് ബഡ്ജറ്റിൻ്റെ രീതിയിൽ കളിക്കുന്ന ടീമുകളാണ് ഇവരൊക്കെ. സോ ഇവർക്ക് വേണ്ടിയൊക്കെ കളിക്കാൻ സാധിക്കുന്ന ഒരു താരമാണെന്നാണ് ഞാൻ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. സോ നമ്മൾ നോക്കാം എവിടേക്കായിരിക്കും ഇദ്ദേഹം പോകുന്നതെന്ന്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജൻറ്റാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിൽമർ ജോർഡാൻ ഗില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സോ വിൽമർ ജോർഡാൻ ഗിൽ ചെന്നൈയിൻ എഫ് സി വിടുകയാണ് എന്ന തരത്തിലുള്ള വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ഹോണ്ടുറാസ് ഫസ്റ്റ് ലീഗ് ക്ലബ്ബായ മോണ്ടാഗുവ എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. എന്തായാലും 34-കാരനായ ജോർഡാൻ വിൽമർ ഗില്ലിന് നല്ലൊരു സീസൺ ആകട്ടെ ഹോണ്ടുറാസിൽ നിന്നും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇത് നമ്മുടെ ഫോറിൻ സൈനിങ്സ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സൈനിങ്സ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു പലരും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അഭിക് ചട്ടർജി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് സൈനിങ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ടാർഗറ്റിനെ കണ്ടുവച്ചിട്ടുണ്ട്, അവരിനിയും സൈൻ ചെയ്യാനൂടെ ബാക്കിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഒരു ഫോറിൻ താരത്തെ സൈൻ ചെയ്തു എന്ന് പ്ലേസിനെ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു സൈൻ ചെയ്തിട്ടുണ്ട്, അനൗൺസ്മെൻറ്റൂടെ ബാക്കിയുള്ളതെന്നാണ് നമ്മുടെ അഭിക് ചട്ടർജി പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും എല്ലാം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, വളരെ നല്ലൊരു കാര്യമാണ്. സോ എന്തായാലും സൈനിങ്സ് ഒക്കെ പൂർത്തിയാകട്ടെ. നമ്മളൊരു മികച്ച ക്ലബ്ബായിട്ട്, അതായത് അടുത്തൊരു 10 ഡിക്കേഡ്, കഴിഞ്ഞൊരു 10 ഡിക്കേഡ് എന്ന് പറയുന്നത് നമ്മളൊരു മിഡ് ടേബിൾ ക്ലബ്ബ് മാത്രമായിരുന്നു. ഇനി അടുത്തൊരു 10 ഡിക്കേഡ് നമ്മളൊരു ടോപ്പ് ക്ലബ്ബായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി അടുത്തൊരു കാണാം. ഗുഡ് ബൈ.